പെൺകുതിരയുടെ വേഷമണിഞ്ഞ ലോകിക്ക് 8 കാലുകളുള്ള സ്ലീപ്നർ എന്ന് പറയുന്ന കുതിരക്കുഞ്ഞ് ജനിച്ച കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ദേവന്മാരും രാക്ഷസന്മാരും തമ്മിൽ വളരെ വലിയ ഒരു യുദ്ധം നടക്കുകയും ദേവന്മാർ രാക്ഷസന്മാരെ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും അസ്ഗാർഡ് അതിർത്തികളെല്ലാം നശിപ്പിക്കപ്പെട്ട് ശക്തമായ സുരക്ഷയുള്ള ഒരു സ്ഥലം അല്ലാതായി മാറി. ദേവലോകത്തിന്റെ ഈ തുറന്ന അവസ്ഥയിൽ ഭയം കൊണ്ട ദേവന്മാർ എങ്ങനെയെങ്കിലും അസ്ഗാർഡിന്റെ അതിർത്തികൾ പുനർനിർമ്മിച്ച് ശക്തമാക്കണമെന്ന് ആഗ്രഹിച്ചു. അവർ പലരെയും സമീപിച്ച് അതിർത്തികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും വലിയ മതിൽ കെട്ടാനായിട്ട് പരിശ്രമിച്ചുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല. കുറെ നാളുകൾക്ക് ശേഷം വളരെ ഉയരമുള്ള ശക്തനായ ഒരു മനുഷ്യൻ അസ്ഗാർഡിലേക്ക് വരികയും തനിക്ക് ഈ മതിൽ നിർമ്മിച്ചു നൽകാൻ കഴിയുമെന്ന് അവരോട് പറയുകയും ചെയ്തു. ദേവന്മാർ അദ്ദേഹത്തെ മതിൽ നിർമ്മിക്കാനായിട്ട് അനുവാദം കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അദ്ദേഹം മതിൽ നിർമ്മിച്ച് പൂർത്തിയാക്കുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും ഫ്രീജി ദേവിയെയും അദ്ദേഹത്തിന് സ്വന്തമായി കൊടുക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ദേവന്മാർക്ക് ദേഷ്യം വന്നുവെങ്കിലും മതിൽ നിർമ്മിക്കാതിരുന്നാലുള്ള അപകടമോർത്ത് അവർ നിശബ്ദനായപ്പോൾ ലോകി അവിടേക്ക് വരികയും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവരോട് പറഞ്ഞത്, ഒരു ശൈത്യകാലം കൊണ്ട് ഈ മതിൽ നിർമ്മിച്ച് തരുവാൻ ഈ വന്ന ആളിന് കഴിയുകയാണെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും ഫ്രീജി ദേവിയെയും ഒക്കെ കൊടുക്കാം എന്ന് സമ്മതിക്കാൻ പറഞ്ഞു. കൗശലക്കാരനായ ലോകി എന്തെങ്കിലും നടപടി ഇതിലുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച ദേവന്മാർ ഈ മതിൽ നിർമ്മിക്കാൻ അനുവദിക്കുകയും എന്നാൽ അവർ നിർദ്ദേശം മുന്നിലേക്ക് വെക്കുകയും ചെയ്തു. മറ്റൊരു മനുഷ്യന്റെയും ദേവന്റെയോ രാക്ഷസന്റെയോ അസുരന്റെയോ ഒന്നും സഹായമില്ലാതെ വേണം ഇയാൾ ഒറ്റയ്ക്ക് ഈ മതിൽ നിർമ്മിക്കാനെന്ന് അവരൊരു നിർദ്ദേശവും വെച്ചു. എന്നാൽ രാത്രിയായപ്പോൾ ഇയാൾ മതിലിന്റെ നിർമ്മാണം തുടങ്ങുകയും ഇയാളുടെ പേരിൽ ഒരു കുതിര ഉണ്ടായിരുന്നു. സോദിൽ ഫാരി എന്നായിരുന്നു ആ കുതിരയുടെ പേര്. അതിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. 100 ആളിന്റെ ശക്തിയുള്ള അതിഭീകരമായ സൈസുള്ള ഒരു കുതിരയായിരുന്നു ഈ സോദിൽ ബാരി. രാത്രി മുഴുവൻ ഈ മനുഷ്യനും സോദിൽ ബാരി എന്ന കുതിരയും കൂടി ചേർന്ന് 100 കണക്കിന് ആൾക്കാര് ചെയ്യുന്ന അധ്വാനം ചെയ്ത് മതിലിന്റെ പണി ആരംഭിച്ചു. ശൈത്യകാലം തീരുവാൻ 3 ദിവസം മാത്രം ശേഷിക്കെ മതിലിന്റെ പണി എല്ലാം പൂർത്തിയാകുന്ന അവസ്ഥയിലേക്ക് എത്തി. അപകടം തിരിച്ചറിഞ്ഞ ലോകി ഒരു പെൺകുതിരയുടെ വേഷം എടുത്തു പോയി സോദിൽ ഫാരി എന്ന് പറയുന്ന ഈ ആൺകുതിരയെ വശീകരിച്ച് കാട്ടിനുള്ളിലേക്ക് പോയി മറയുകയാണ് ഉണ്ടായത്. അതോടുകൂടി ഇയാളുടെ മതില് പണി മുടങ്ങുകയും ഇയാൾ വയലന്റ് ആയിട്ട് ദേവന്മാരെ ആക്രമിക്കാൻ വരികയും ഇത് കണ്ട തോറ ചുറ്റിക ഉപയോഗിച്ച് ഇയാളെ തകർത്ത് കളയുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. ഈ കാട്ടിലേക്ക് ഓടിപ്പോയ ആൺകുതിരയ്ക്കും ലോകി വേഷം മാറിയ പെൺകുതിരയ്ക്കുമായിട്ട് ജനിച്ച കുഞ്ഞാണ് ഈ സ്ലീപ്പർ എന്ന പേരുള്ള 8 കാലുള്ള കുതിര. ഈ കുതിരക്കുഞ്ഞുമായിട്ട് ലോകി തിരിച്ചു വന്ന് ഓടി എന്ന് പറയുന്ന ദേവന് ഈ കുതിരക്കുഞ്ഞിനെ സമ്മാനിച്ചു എന്നാണ് ഈ കഥ.